ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജെഫ്രിൻ. പാടാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര രാഗമൊക്കെ ഉള്ളതാണ്, തൊണ്ടവരുള്ളതുകൊണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഴംപൊരി വെക്കുന്ന കടയുണ്ട്. അന്ന് രാവിലെ പഴംപൊരി പോകുന്ന വഴി ആയതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഒരു രക്ഷയില്ല, എന്തൊരു മുരുവൻ നോക്ക് വെളിയില്. ഇത് ജെഫ്രിനെ സ്നേഹിച്ചു കൊല്ലുള്ള ജെഫ്രി കണ്ടിട്ട് തന്നെ വേർത്തു പോയി. അതുകൊണ്ടാണ് ഈ 40 പൈസ കെട്ടാതെ നടക്കുന്നത്. ജെഫ്രിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഗിഫ്റ്റ്. അടിപൊളി സംഭവമാണ്. തുറക്ക്. ഇത് എന്തോ സംഭവമാണ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നല്ല പനിയും ബോഡി പെയിനും തൊണ്ടവേനയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കുന്നതിൽ നമ്മളത് ഒരു ഒബ്സ്ട്രക്ഷൻ ആക്കി വെക്കില്ല. എന്തുണ്ടെങ്കിലും പൊരുതി മുന്നോട്ട് എന്നുള്ള രീതിയിലാണ്. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾ തമ്പനയില് കണ്ട പോലെ താരം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജെഫ്രിൻ. പാടാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര രാഗമൊക്കെ ഉള്ളതാണ്, തൊണ്ടവരുള്ളതുകൊണ്ട്. അപ്പൊ വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ രാത്രി കിട്ടാത്ത ട്രെയിൻ പിടിച്ച് രാവിലെ ഇവിടെ എത്തി. 5 മണിക്ക് അല്ല സോറി, ട്രെയിനിൽ സുമാറ്റോ വഴി കൊത്തു പൊറോട്ട കഴിച്ചെത്തിയിരിക്കുന്ന ആളാണ് ജെഫ്രിൻ തോമസ്. എപ്പോ അത് കേറിയപ്പോ അത് കിടന്നു ഒന്നും അറിയില്ല. ഇന്നിനി രാത്രിയെ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടല്ലോ. അന്തുണ്ട് കൂടെ. ഓ അന്തുണ്ട്. അപ്പൊ ഉറക്കൊന്നും നടക്കൊന്നുമില്ല. ഇന്ന് അടിയായിരിക്കും, ഫുൾ അടിയായിരിക്കും. ഉറപ്പാണല്ലോ. കുറെ നാളെ ഞങ്ങൾ അടി കൂടി. അത് വേണം. അപ്പൊ പെട്ടിയൊക്കെ എടുത്ത് നമുക്ക് അവിടെ ട്രിപ്പ് തുടങ്ങാം. സന്തോഷം നോക്ക്, ബർത്ത്ഡേ പോയിനെ കാട്ടി സന്തോഷമാണ്. കാരണം ഞാൻ 7 മണിക്കും റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു. കുഴപ്പമില്ല, എവിടെ കിട്ടും ഇതുപോലത്തെ കൂട്ടുകാരെല്ലാം മാറ്റി വെച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ടുപോകുന്നത്. അത് രാവിലെ എണീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഞാൻ 2:30 മണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് എന്നോട് പോയാൽ മതി എന്ന് പറഞ്ഞു. 2 ദിവസം ഒരു ചിന്ത ഒന്നുമില്ല. അവിടെ പിന്നെ വൈബ് മാൻ അവിടെ വെയിറ്റിംഗ് ആണ്. ആണോ? ആ വെയിറ്റിംഗ്. ആ കേറിക്കോ. ഇനി വിശക്കുന്നു എന്നുള്ളൊരു വാക്ക് എരിഞ്ഞു കിടക്കുക. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, അറിയാലോ. സൊമാറ്റോ വഴി കൊത്തു പൊറോട്ട. അത് വരെ ആളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചില്ല. കാരണം പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഭയങ്കര കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഴംപൊരി വെക്കുന്ന കടയുണ്ട്. അന്ന് രാവിലെ പഴംപൊരി പോകുന്ന വഴി ആയതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കണം. പാലയിലാണ് വന്നിരിക്കുന്നത്. ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ മീൽ തുടങ്ങുന്ന കേരളത്തിലെ ബെസ്റ്റ് പഴംപൊരി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എനിക്ക് പഴംപൊരി മതി. വയ്യ, ഇന്ന് ആപ്പറ്റൈറ്റ് ഇല്ല, അതുകൊണ്ട് ഫുഡ് വ്ളോഗ് ഒന്നും കാണില്ല. ഇവർക്ക് ആർക്കും ഫുഡ് ഇല്ല, അതുകൊണ്ട് ഫുഡ് വ്ളോഗ് ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ. ഏകദേശം 150 കിലോ പഴമാണ് ഇവര് കൊടുക്കുന്നത്. ഇതൊക്കെ പഴംപൊരി തന്നെ മുരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബീഫും കാണുന്നതാണ് ഇതിന്റെ കൂടെ. ഫുഡ് വരാൻ ലേറ്റ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് പഴംപൊരി അടുത്തന്നെ വന്നെടുത്താ കുഴപ്പമൊന്നുമില്ല. പൈസ പറഞ്ഞാൽ മതിയല്ലോ. ആ പോർക്കുണ്ട് ഇവിടെ രാവിലെ തന്നെ. എന്ത് വേണം? ആ പഴംപൊരി ഇരിക്കുന്ന നോക്ക്. അയ്യോ, മിക്കവാറും പ്രിയ പേരൊക്കെ വരണം എന്ന് പറയും. പോർക്ക് കറി, ബീഫ് കറി, പോർക്ക് ഫ്രൈ രാവിലെ തന്നെ. എന്തേ കുളിക്കോ? ഓ ഒരു രക്ഷയില്ല, എന്തൊരു മുരുവൻ നോക്ക് വെളിയില്. നല്ല മുരുവ്, നല്ല പഴുത്ത പഴം അല്ലേ? നല്ല പഴുത്ത പഴം. കറിയോ? കറി ബീഫ് അടിപൊളി. ഫ്രൈയോ? പോർക്ക് ഫ്രൈ. പിന്നെ എന്താണ് ഒരു രക്ഷ ഉള്ളത്? ഇനി ഇതിന്റെ കൂടെ ഒരു ചായ. ഓ ഇത് ജെഫ്രി വന്നത് മുതലായില്ലേ? ഈ പഴംപൊരി നല്ല ക്രിസ്പിയാണ്. നമുക്ക് ഭയങ്കര പഴുപ്പുണ്ട്. ആ ഒരു യെല്ലോ ഉണ്ട്, ഒരു ചക്കയുടെ കളറാ. പക്ഷെ പഴംപൊരി ബീഫ് ഞാൻ മുക്കാതെ പോർക്കിൽ കഴിക്കുമ്പോൾ വേറെ ലെവൽ. അതും പോക്കിന്റെ ഫാറ്റും മീറ്റും കൂടെ ഉള്ള ഒരു പീസ്. പഴത്തിന്റെ മധുരവും പോക്കിന്റെ ഫാറ്റും ഗ്രേവിയും സംഭവം കേട്ടോ. പഴംപൊരി നമ്മൾ കേരളത്തിൽ എപ്പോഴത്തേക്കും കഴിക്കാത്ത രീതിയിലുള്ള ഒരു പഴംപൊരിയാണ്. ആ സമാധാനം, ആ ഫുഡ് കഴിച്ച് വേർത്ത് നോക്ക്, തലയൊക്കെ വേർത്ത് വിളിച്ച് ബാക്കി വെച്ചിട്ട് പോയത് ഞാനാ മൊത്തം കഴിച്ചു തീർത്തത്. ഉച്ചക്ക് ഇന്ന് കേക്ക് കട്ടിംഗ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടാ.
40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിയൊക്കെ നിർത്തി. നമുക്കാ എനിക്ക് 40 വയസ്സാണെങ്കിൽ ദില്ലിന് എത്ര വയസ്സാ ഞാൻ പറയണോ? എനിക്ക് 45. കൂടാം നമുക്ക് തേക്കടി വരെ പോയിട്ട് വരാൻ ഫ്രീ ആണ്. വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് സോളാറിൽ ചാർജ് ചെയ്തുകൊണ്ട് ഫ്രീ ആണ്. അതുകൊണ്ട് ഇഷ്ടമാതിരി പൈസ ഉണ്ട് ഫുഡിന് ചെലവാക്കാൻ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഏറ്റവും നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ഇഷ്ടമുള്ള ഫ്രൂട്ട് ആണ് റംബൂട്ടാൻ. മതിലയാടി ചിലപ്പോ പറിച്ചാല് കേറി ചോദിച്ചാലോ കുറച്ച് ഫ്രഷ് റംബൂട്ടാൻ തരുമെന്ന്. കിട്ടില്ല. എക്സ്പോർട്ട് ക്വാളിറ്റി സാധനം മൊത്തം. കഷ്ടമായി തൂങ്ങി കിടക്ക് നോക്ക്. കല്ലെടുത്തറിഞ്ഞാലോ. അടിപൊളി. ഇടയ്ക്കിത് നമ്മള് തേക്കടി എത്താറ കുട്ടിക്കാനത്താണ്. അടിപൊളി. കുറെ കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു വാട്ടർഫാള് കാണുന്നത് തന്നെ. അതെന്താ അങ്ങനെ? ഓ വിശക്കുന്നുണ്ടോ സാർ? ഇല്ല. ഇല്ലല്ലോ. കേക്ക് ചീസ് ബോൾസ് എന്താണെന്നറിയോ? തല ഇറങ്ങുന്ന ആൾക്ക്. ഞങ്ങളെ ജസ്റ്റ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഏരിയ കണ്ടപ്പോൾ കയറാൻ വിചാരിച്ചു. ഓപ്പൺ കിച്ചൺ ആണ് കുട്ടിക്കാനത്തുള്ളത്. ഇവിടെ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നല്ല ഫാസ്റ്റ് ആണ്. കാറ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ആദ്യമായിട്ടാണ് ഗോയിസി ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത്. അടിപൊളി. 60 വാട്ട്സിൽ ചാർജ് ആവുന്നുണ്ട്. അപ്പുറത്ത് മിസ്റ്റി മൗണ്ടൻ, അത് നല്ല റിസോർട്ടുമാണ്. ഞാൻ താമസിച്ചിട്ടില്ല, പക്ഷെ അടിപൊളി റിസോർട്ടാണ്. കേട്ടിട്ടുണ്ട്. ആൻഡ് ഇത് ബ്യൂട്ടിഫുൾ ഏരിയ. പണ്ട് വന്നപ്പോൾ ഇത് മാത്രം ഉള്ളായിരുന്നു. അപ്പൊ ഇവിടെ ഇരുന്ന ഒരു ലൈം സോഡ എങ്കിലും കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. നല്ല കീടലും ഫിൽറ്റർ കോഫി ഈ ഒരു ആംബിയൻസിൽ. ഞാൻ എന്താ പറയുന്നത് അറിയോ? മധുരൈ ഓംലെറ്റ്, മറ്റേ ചിക്കന്റെ ഗ്രേവി ഇട്ടുള്ള ഓംലെറ്റ്. ഇനി അതിന്ന് എടുക്കരുത്. ദില് പറഞ്ഞാൽ ദില് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ഫുഡ് കഴിച്ചില്ല. ഒരു പഴംപൊരിയല്ലേ കഴിച്ചുള്ളൂ. ഒരു പഴംപൊരിയോ 2 പഴംപൊരി 1.5. ഇനിയിപ്പോ കൂടുവോ? ഇല്ല, 1.5. പിന്നെ കുറച്ച് പോർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ വിട്ട് കൊള്ളാം കേട്ടാ. ഇത് ജെഫ്രിന്റെ ബർത്ത്ഡേ വ്ളോഗ് മാറി ഫുഡ് വ്ളോഗായി മാറുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അതും ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ? എല്ലാം ഒന്നാ. അതെ. അപ്പൊ ഇത് മധുരൈ ഓംലെറ്റ് ഫ്രം വിത്ത് ചിക്കൻ ആൻഡ് ചീസ് ഫ്രം ഓപ്പൺ കിച്ചൺ കുട്ടിക്കാനം. വൈകുന്നേരം നല്ല രസമായിരിക്കും ഇവിടെ. നമ്മള് ബ്യൂട്ടിഫുൾ തേക്കടിയിൽ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല. മൗണ്ടൻ കോർട്ട്യാർഡ് തേക്കടിയിലാണ്. ഏറ്റവും ഹാപ്പി മിസ്റ്റർ ജെഫ്രിൻ തോമസ് ആണ്. കാരണം എന്താ? ഈ ഊഞ്ഞാലിരുന്ന ആടാ. അത് തന്നെ. ഊഞ്ഞാലിരുത്ത് ഞാനും അന്തും കൂടെ ജെഫ്രിൻ ആട്ടുന്നതായിരിക്കും. ഉണ്ട് 2 ഊഞ്ഞാലുണ്ട്. താങ്ങോ ജെഫ്രി? തീർച്ചയായും മണിയുള്ള ഊഞ്ഞാലിലാടാ. ഓക്കെ, ആട്ടിത്തരാം കേട്ടാ. വാ. വേറെ ഫീലാണ് കേട്ടാ. നമ്മുടെ കേരളത്തിലുള്ള റിസോർട്ട്സ് ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. ലോബി ഇത് നോക്ക്. ഒരു കിളിക്കൂടൊക്കെ. ജെഫ്രി കേറുന്നാ കിളിക്കൂടിന്റെ അകത്ത്? കിളിയുടെ അത്രേ ഉള്ളൂ. ബാലി സ്റ്റൈലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല വ്യൂ, നല്ല ഓപ്പൺ ലോബി. തൊണ്ടവേനയ്ക്ക് പറ്റിയ വെൽക്കം ഡ്രിങ്കും എത്തിക്കാറ്. സ്പൈസ് ടീ അതും കുടിച്ച് നമുക്ക് അവിടെ അടിച്ചുപൊളി തുടങ്ങാം. ഇവിടെ സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് കേക്ക് കിട്ടും. ബെഡിൽ പൂക്കൾ ഇട്ട് തരും. വേണോ? അതൊന്നും വേണ്ട. എന്താ ഫ്രീ? ഹൗസ് ബോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് പൂക്കൾ കിട്ടുന്നല്ല. മതിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യരുത്. 2 ഗ്ലാസ് ഇടയ്ക്ക് ചോദിച്ചു കുടിക്കുക. നല്ല കിടിലൻ സ്പൈസ് ടീ ആണ്. വെക്കേഷൻ തുടങ്ങാൻ പറ്റിയ സംഭവം അല്ലേ? എങ്ങനെ, ഹാപ്പിയാണോ? മറ്റേ ഫാസിനോട് ചോദിക്കുന്നല്ലോ, എന്താ മോൻ ഹാപ്പിയാണോ? റോട്ടിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. രാത്രി മറ്റേ ഇത് കാണാൻ വേണ്ടി, ഫുട്ബോൾ കാണാൻ വേണ്ടി ജെറിനോട് പറഞ്ഞ് കുറച്ച് മേടിച്ചോണ്ട് വരായിരുന്നു. ജെറിപ്പോ വരും. ജെറി വന്നിട്ട് അവിടെ പൊളിക്കാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാമൻ പീസ് ആണല്ലോ. ലൗഡ് മ്യൂസിക് ഇല്ല, വണ്ടിയുടെ സൗണ്ട് ഇല്ല, ഒന്നുമില്ല. അതാണല്ലോ ജീവിതത്തിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഈ 40 വയസ്സിലും കെട്ടാതെ നടക്കുന്നത്. ഓഫ് ഗൈസ്, ഇറ്റ് ഈസ് ആൻ ഓസം പ്ലേസ്. എത്ര സ്ഥലത്ത് ഞങ്ങളിപ്പോൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ നല്ല പ്രോപ്പർട്ടീസ് കാണുമ്പോൾ വി ഹാവ് ടു അപ്രിഷിയേറ്റ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇത് അത്രയും ന്യൂ അല്ലാന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഗുണം എന്നറിയാമോ? റൂംസ് ആർ സോ സ്പേഷ്യസ്, സോ ക്ലീൻ, എവറിത്തിങ് സ്മെൽ സോ ക്ലീൻ. റൂം ആണെങ്കിലും എയർ ആണെങ്കിലും എവറിത്തിങ് കാണിച്ചു തരാം. റൂം ടൂർ ചെയ്യാനായിട്ട് പ്രിയ ഇല്ലാത്തതുകൊണ്ട് ജെഫ്രിനും അതും ഞാനും കൂടി ആയിരിക്കും ചെയ്തത്. AC ഉണ്ട്. കയറി വരുമ്പോൾ വലിയ ഒരു ലിവിങ് റൂമുണ്ട്, വലിയൊരു ലിവിങ് ഏരിയ. ഒരാളിവിടെ വന്ന് താറാവിനെ തടവിക്കൊണ്ടിരിക്കുവാണ്. വേറെ ആരെയും തടവാൻ കിട്ടിയില്ല, അതാണ്. അതെ,
ജെഫ്രിന് ഒറ്റയ്ക്ക് അല്ലാന്ന് വിചാരിച്ചിട്ട് അവരത് ബെഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ കാര്യമില്ലാതെ ആയിപ്പോയി അല്ലേ? മതിയല്ലേ? പിന്നെ ഇവിടുത്തെ ബാത്റൂം സോ ഹ്യൂജ്. അതേ പറഞ്ഞ എവറിത്തിങ് ഇസ് ലൈക്ക് വലിയ സ്കെയിലാണ്. വൈഡ് ഇട്ടാലേ മനസ്സിലാവുള്ളൂ. വലിയ ഷവർ ഏരിയ, ഓൾ നൈസ് ഹൈ എൻഡ്. നമ്മുടെ കോസ്മെറ്റിക്സും ഡെന്റൽ പർപ്പസ് സാധനങ്ങളും ഷാമ്പൂവും എവറിത്തിങ്, ഈവൻ ലോഫ ദേ കെപ്റ്റ് ദേ. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. പ്രിയ ഉണ്ടെങ്കിൽ എന്ത് പറയും നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ ഇത് കണ്ട സെപ്പറേഷൻ എന്ത് സൈസാണ് നോക്കി. ഡബിൾ സീലിംഗ് വരുമ്പോൾ തന്നെ റൂംസ് ഒക്കെ അടിപൊളിയാവും. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബാൽക്കണി ഏരിയ. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ചായക്കടയുണ്ട്. ഈവനിങ്ങിൽ ഗാർഡനിൽ ചായ കുടിക്കാം, ക്യാരംസ് കളിക്കാം, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുറേ പരിപാടിയുണ്ട്. വൈകുന്നേരം ഇത് നടുക്കോട്ട് നീക്കിയിട്ട് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ചില്ല് ചെയ്യാം. ബ്യൂട്ടിഫുൾ വ്യൂ, ബ്യൂട്ടിഫുൾ, അടിപൊളി. റിസോർട്ടുകളിൽ ഇത്രയും ചെടി വരുമ്പോൾ തന്നെ ഇവരുടെ മൂന്നാർ പ്രോപ്പർട്ടി ആണെങ്കിൽ ഞങ്ങൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇറ്റ്സ് ജസ്റ്റ് കവേർഡ് ഇൻ ഗ്രീനറി. അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. ആഹാ, ജെഫ്രിന്റെ ആട്ടാനുള്ളതിന് അന്ത് കയറിയിരുന്നോ? നന്നായി. അതിനുവേണ്ടി രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആയിട്ട് ഈവനിങ് ഗാർഡനിലാണ് കോഫിയും ടീ ഒക്കെ. വേറൊരു പ്രശ്നമുണ്ട്, സമയം ഇപ്പൊ 2:45, 4:30 ആകുമ്പോ ചായ വരും. ടെൻഷനും. രാത്രി സ്റ്റാറൊക്കെ തിളങ്ങും, നക്ഷത്രമൊക്കെ. എന്ത് രസവും നോക്ക്. ഓ അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. നല്ല വെതറായിരിക്കും. രാത്രി ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലതായിരിക്കും. അജിത്തൊക്കെ വന്ന് നിന്ന സ്ഥലമാണ്. ഉറപ്പായിട്ട് വെക്കും ജെഫ്രി. എല്ലായിടത്തും നമുക്ക് പച്ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ. വേറെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങും ഇല്ല. എല്ലാത്തിനും ഡെക്കറേഷൻ കണ്ട സ്പൈസസും ഇവിടുത്തെ ഹണിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് രാത്രിയാകുമ്പോൾ വേറെ ലെവൽ ആംബിയൻസ് ആയിരിക്കും. നിങ്ങൾ നോക്ക്, റെസ്റ്റോറൻറ്റിലെ ബാത്റൂമാണ്. ക്ലീൻനെസ് കണ്ടോ? ഇതായിരിക്കണം റിസോർട്ട്. ഇവിടുന്നും വ്യൂ തുറന്നു പോകാൻ പറ്റില്ലേ? ലോക്ക്ഡൌണാ? സ്പാം കോള് കിട്ടി അല്ലേ? മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഹൗ നോട്ട് ടു ഗെറ്റ് സ്കാംഡ് എന്നുള്ളത് കേട്ടാ. ചിക്കന്റെ പകരം ബീഫ് പറയണേ. അപ്പൊ ചിലപ്പോ ഇളകിയാതെ എല്ലാം ഇളകിയാതെ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഇടാവേ. സോ ഇവിടെ ഇപ്പൊ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഡ്രാഗൺ ചിക്കൻ. കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന ഞാൻ. ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ. സർവീസ് ഔട്ട് സ്റ്റാൻഡിങ് ആണ്. ഇവിടെ ആണെങ്കിലും മൂന്നാറാണെങ്കിലും ഔട്ട് സ്റ്റാൻഡിങ് ആണ്. കാരണം നമ്മൾ എന്ത് കാര്യം ചോദിക്കുന്നതിന് മുമ്പും അവർ റെഡിയാണ്. ടിഷ്യൂ വെച്ച് റെഡിയാണ്, സെർവ് ചെയ്യാൻ റെഡിയാണ്. ഭയങ്കര നല്ല സർവീസ്. അതുകൊണ്ടാണ് സ്റ്റേ ഇത്രയും അടിപൊളിയാവുന്നത്. ഞാൻ കുറച്ച് നേരം പോയത് കിടന്നില്ലെങ്കിൽ രാത്രിത്തേക്ക് കേക്ക് കട്ടിങ് ആ പരിപാടിക്കൊന്നും പോകില്ല. കേക്ക് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇനി എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം. നാണക്കേട്. ഞാൻ പറഞ്ഞാലേ 4:30 ആകുമ്പോൾ വിളിക്കണം എന്ന്. സംസാരിക്കാൻ വയ്യ. 4:30 ആകുമ്പോൾ പോയി ചായ കുടിക്കണം എല്ലാം പറഞ്ഞ ഞങ്ങള് ചത്തുറങ്ങുമായിരുന്നു. ഞാനൊന്നും ബില്ലുവാണെങ്കിൽ അപ്പുറത്തെ. അപ്പതേ അതുകൊണ്ട് ഇപ്പൊ കോഫി ഇങ്ങോട്ട് പറഞ്ഞിരിക്കുവാണ്. പക്ഷെ ഉറങ്ങില്ലായിരുന്നെങ്കിൽ ഗാർഡനിൽ പോയിരുന്ന കോഫിയൊക്കെ ഉള്ളായിരുന്നു. 4:30 to 5:30. നാളത്തേക്ക് എല്ലാരും എന്തോരം ഉറക്കം ഇത്. ഉറങ്ങിയില്ലെങ്കിലേ ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ അല്ലെങ്കിലും ശരിയായില്ല. അതെ, നല്ല സുഖവും. അതുകൊണ്ടാണ് ഇത് അടുത്തത് എഗ് പക്കോട പറഞ്ഞിരിക്കുന്നത്. നീ ഇതേണ്ട നടക്കാൻ പോണ്ടേ? ഓക്കെ. ഇത് ശരിക്കും അടിപൊളിയായിരുന്നു. മിസ്സായി പോയി ഒരു ദിവസം. നാളെ എന്തായാലും ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. സ്വിമ്മിംഗ് പൂളിൽ പോകാനുണ്ട്, ചായപ്പീടിയെ പോകാനുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അതാണ് ഒന്ന് ചായക്കട. എന്തൊരു ആംബിയൻസ് ആണ് നോക്ക്. വലിയ ഒരുപാട് ഓപ്പൺ സ്പേസും ഉണ്ട്. സിറ്റിയുടെ നടുക്കുമാണ്, ടൗണിന്റെ നടുക്കുമാണ്. സംഭവം അടിപൊളി അല്ലേ? ദിലുവിന്റെ സംസാരത്തിനൊരു ഗാംഭീര്യം തോന്നുന്നു. എന്താണ്? സീരിയസ് ആയതുകൊണ്ടാണ്. കുറച്ചുകൂടെ ദിലിങ്ങനെ സീരിയസ് ആവില്ല. ഇല്ല ആവില്ല. ഇനി നേരെ നമ്മള് ടൗണിൽ പോവാ. അവിടെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെന്ന് കേട്ടു. ആണോ? അത് കുടിച്ചു കഴിഞ്ഞാലെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. മിക്കവാറും ശരിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഗൈസ്, ഈ കുമളി ടൗൺ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിരിക്കുന്നതിൽ ഹിൽ സ്റ്റേഷൻസിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാണ്. എനിക്കൊന്ന് ഉള്ളി വാക്കബിൾ ഒരു ടൗണാണ് കുമളി ടൗൺ. അതിൻ്റെ ബ്ലോഗൊക്കെ നാളെ വരും. സോറി, സൗണ്ട് ഒട്ടും ഇല്ല, പോയിരിക്കുവാണ്. ഹോപ്പ്ഫുള്ളി നാളെ ആകുമ്പോൾ ശരിയാവും. അതല്ലാതെ ഇവിടെ കുറച്ച് നല്ല കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, കുറച്ച് ബോട്ടിങ്, അങ്ങനത്തെ ഒക്കെ കുറേ ആക്ടിവിറ്റീസ്
ഒരു ദിവസം ഫണ്ണായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെ തേക്കടി സ്പെൻഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ പറ്റുമെങ്കിൽ നാളത്തെ വ്ളോഗിൽ കാണാം. നിങ്ങൾ ആ മുകളിലത്തെ റൂം എടുത്താലും നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. ബാൽക്കണി ഒക്കെ ഉണ്ട്, അടിപൊളി വ്യൂ ആയിരിക്കും അത്ര ഹൈറ്റിൽ നിൽക്കുമ്പോൾ. ഇനി എന്തായാലും ഡിന്നർ ഒരാൾ ഹാപ്പിയായി. ബുഫേ വയ്യണ്ടായിരിക്കുന്നു. ബർത്ത്ഡേക്ക് എന്ത് വേണം ജെഫ്രി ഇതിൽ കൂടുതൽ? വയറ് വീണ്ടും കടം മേടിക്കാനായിട്ട്. നല്ല വലിയ സ്പ്രെഡാണ്, ഒരു 4 സ്റ്റാർ സ്പ്രെഡാണ്. അതായത് ക്രീം ഓഫ് ചിക്കൻ, സൂപ്പ്, ലെമൺ കൊറിയാൻഡർ, ഇഷ്ടമാതിരി ഫത്തൂഷ് സാലഡ് തൊട്ട് പാസ്ത സാലഡ്, റഷ്യൻ സാലഡ്. അന്തോ സാലഡിൽ പൊളിക്കാമല്ലോ. പൈനാപ്പിളുണ്ട്, പിന്നെ കോളിഫ്ലവർ ബിന്ദി, അത് കണ്ടിട്ട് നല്ലതുണ്ട്. ബിന്ദി ഫ്രൈ, പിന്നെ ആലു മട്ടർ മസാല, വെജ് ചെട്ടിനാട്. ഇത് പനീറിൻ്റെ കറിയാണ്, പനീറിൻ്റെയും പിന്നെ വേറെ ചെന്നക്കറി, പിന്നെ കോണ്ടിൻ്റെ പപ്പടം ഉണ്ട്, രാത്രിയും പപ്പടം ഉണ്ട്. മാക്ക് ആൻഡ് ചീസ് ലുക്ക് സോ ഡെലിഷ്യസ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, വെജ് പുലാവ്, പ്ലെയിൻ സ്റ്റീംഡ് റൈസ്, ഇവിടുത്തെ കപ്പയുണ്ട്. അതല്ലാതെ ഇതെന്താ ടൊമാറ്റോ റൈസ്, ഇഷ്ടംമാതിരി ഉണ്ട്. കേർഡ് റൈസ്, ലൈവ് കൗണ്ടർ, അപ്പത്തിൻ്റെ ലൈവ് കൗണ്ടർ, പിന്നെ വെജ് കുറുമ, പിന്നെ ഫിഷ് ഇല്ലാതെ കളിത് നല്ല ഗാർലിക് ഫിഷ് ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും ഉണ്ട്. ഡെസേർട്സ് ആണെങ്കിൽ ചോക്ലേറ്റ് പുഡിംഗ്, ചീസ് കേക്ക്, വാവ്. ഇത് ഷായിക്ക തുക്കട ആൻഡ് വൈറ്റ് ഫോറസ്റ്റ് പായസം, ഫ്രൂട്ട്സ്, ഐസ്ക്രീം. എന്തായി കഴിഞ്ഞാൽ ഒരു കാര്യം തോന്നുന്നുള്ളൂ, ഉറങ്ങാൻ. നല്ല സുഖമായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങാം. അതെ, അറിഞ്ഞില്ല. ഇതാണ് പ്രശ്നം. സ്വപ്നം പോലും കാണാൻ പറ്റില്ല, അതിന് പോലും സമയം കിട്ടിയില്ലായിരുന്നു, ഉറങ്ങിപ്പോയി. ജെഫറിന്റെ ബർത്ത്ഡേ ചെയ്തുകൊണ്ട് അവർ കോംപ്ലിമെന്ററി സ്റ്റാർട്ടേഴ്സ് തന്നിരിക്കുവാണ്. ജെഫറിന്റെ ഉള്ളതിന്റെ ഒരു ഗുണമാണ്. ഞാൻ മിക്കവാറും ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പോകുമ്പോ എല്ലാവരും തന്നെ കൊണ്ടുപോകും, ഉറപ്പാ അത്. അപ്പൊ ചിക്കൻ ഫിംഗേഴ്സും ഗ്രിൽഡ് പനീറും. ഇത് ജെഫ്രിനെ സ്നേഹിച്ചു കൊന്നിലുമുള്ള ജെഫ്രി കണ്ടിട്ട് തന്നെ വേർത്തു പോയി. ഇനി എങ്ങനെ കഴിക്കും? കള്ളത്തരല്ല ശരിക്കും, തല പിടിച്ചത് വേർതിരിക്കുവാണ്. പ്രഷറോ പൈസമാർക്കൊക്കെ പ്രശ്നം വരില്ലേ? അതെന്തുകൊണ്ട് ആയി കാണും, അതിന്റെ ആയിരിക്കുള്ളൂ. നിങ്ങളെക്കാളും വേർക്കും, നിങ്ങളെക്കാളും നല്ല ചുരുള്. പിന്നെ എല്ലാം ചിക്കൻ ടിക്കയും കൂടെ തന്നിട്ടുണ്ട് അവര്. ഇത് മാത്രം തീർക്കുമ്പോ തന്നെ നമുക്ക് വയറ് നിറയും. ഇതിന് ബുഫേ വേണ്ട, നേരെ ഡെസേർട്ടിലേക്ക് പോവാം. അപ്പം ഉണ്ട്, നല്ല മോരുണ്ട്. അപ്പവും ചിക്കൻ റോസ്റ്റും വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കാം. എന്റെ അമ്മോ, എല്ലായിടത്തല്ല. എനിക്ക് സംസാരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഫുഡ് റിവ്യൂ ഒന്നും പറയുന്നില്ല. കഴിച്ച് ഞാൻ എല്ലാം സൂപ്പറാ. കേക്ക് നല്ല വൈറ്റ് ഫോറസ്റ്റ്, ചീസ് കേക്ക് കുഴപ്പമില്ല. അതെന്തായിരുന്നു? അത് ഞാൻ കഴിച്ചില്ല. നല്ല പേരൊന്നും എനിക്കറിയാൻ. ഓക്കെ, ഇനി റൂമിൽ തന്നെ വെയിറ്റിംഗ് ആണ്. എനിക്ക് ഫുഡിന്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും, അല്ലേ? വ്ളോഗ് കാണുമ്പോൾ വിചാരിക്കും അത്രയും പോരാന്ന്. കേർഡ് റൈസ് അടിപൊളി, ഒരു രക്ഷയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് ടേസ്റ്റാണ്. ജെഫ്രിനാണെങ്കിലോ വേർത്തിട്ടും ഷായിക്കത്തൊക്കെ അടിക്കുന്ന ആളൊക്കെ ഉണ്ടാകും. തേക്കടിയിൽ വന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ വേർക്കുന്ന ആൾ ആദ്യമായിട്ട് കാണാം. നീ റൂമിൽ പോണം, മതി. ഓ, അതുകൊണ്ടാ ബ്യൂട്ടിഫുള്ളാ. നോക്ക്, ആരുമില്ല. രാത്രി നല്ല വെതർ, വലിയ തണുപ്പുമില്ല, ആ സമയത്ത് ഒട്ടും ചൂടില്ല. നമ്മുടെ റൂംസ് ആണെങ്കിൽ നല്ല കോസി ആൻഡ് കംഫർട്ടബിൾ. ഇനി രാത്രി പോയിരുന്ന് വേണം പരദൂഷണം പറയാൻ. അതെ, നമ്മൾ 3 പേരുള്ളപ്പോൾ ഒരുപാട് എല്ലാവരുടെ പരദൂഷണം പറയും, എസ്പെഷ്യലി നമ്മുടെ ഭാര്യമാരുടെ. ഞാനത് കേട്ടോണ്ട് ഇരിക്കും. എന്നിട്ട് ചില സമയങ്ങളിൽ ഞാൻ അവരോട് പറയുകയും ചെയ്യും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, നമ്മളെന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും അവരുടെ ടെൻഷൻ. ആരോ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. Many happy returns of the day, buddy. ജെഫ്രിനെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയാം. കുറച്ച് എല്ലാരോടും പറഞ്ഞേക്ക്. ശരിക്കും ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒത്തിരി പേര് ഇപ്രാവശ്യം ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും നന്ദി. അടുത്ത വർഷം ഇനിയും കൂടും അല്ലേ? ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ വെറുങ്കയോട് വിടാൻ പറ്റില്ല. ഞങ്ങളുടെ സൈഡിൽ എന്റെ അന്നെ സൈഡിൽ ചെറിയ തുറന്നു നോക്കൂ. ഇങ്ങനെ വേറൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു, അത് എത്തിയില്ല. അത് പിന്നെ തരാം. പ്രിയമാണ്, ജെഫ്രിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഗിഫ്റ്റ്. അടിപൊളി സംഭവമാണ്.
തുറക്ക്. ഇത് എന്തോ സംഭവമാണ്. എനിക്ക് അകത്ത് വീണ്ടും പൊതിഞ്ഞിട്ടുണ്ട്. വീണ്ടും പൊതിഞ്ഞിട്ടുണ്ട്. പ്രിയ മോഹന്റെ ഐഡിയ ആണ്. ഇത് തുറന്ന് ലാസ്റ്റ് കുലിക്കൊക്കെ നോക്കി. ജെഫ്രിന് തീരെ ഇല്ലാത്തൊരു സാധനമാണ് ഇതാ, ഇടാൻ മടിയുള്ള ഒരു സാധനമാണ്. ഓ എന്താ ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്. ഓ പൊളിച്ചില്ലേ എന്തിയെ എന്താ നോക്കട്ടെ. പ്രിയായിരിക്കും അങ്ങനെ വെച്ചത് കേട്ടാ. പ്രിയയുടെ ഐഡിയ വന്നു കഴിഞ്ഞാൽ പ്രിയനെ ഞാൻ ശരിയാക്കി. ഇതന്നെ ഇത് ഹാപ്പിയാ? ചോക്ലേറ്റ് ആയിരിക്കും. ഹാപ്പിയാ? ഹാപ്പി ഹാപ്പി. താങ്ക് യു. ഇതെങ്കിലും തന്നല്ലോ. ഇതാ വെരി വെരി ഹാപ്പി റിട്ടേൺസ്. താങ്ക് യു. ഒലിജി അത് വെച്ചും കൂടെ കാണിച്ചാ പൊളിക്കാം. ഓ പ്രൊട്ടക്ഷൻ. ആ വയസ്സൊക്കെ ആയില്ലേ? അതെ. അമ്മോ പക്ക പക്ക സാധനം. കൺട്രി ഒരു ക്ലാസ് മനുഷ്യനായി. പിന്നെ സ്റ്റിക്കറൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് നടക്കും. അത് എക്സ്ചേഞ്ച് വേണമെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ്. ആൾക്കാർ അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഫ്രം അന്തോ ആൻഡ് ദില്ലു. മതി എന്റെ അമ്മോ. ഇവിടെ നിന്നിട്ട് കറക്റ്റ് കാണാൻ പറ്റില്ല. നാളെ രാവിലെ മര്യാദക്ക് വെച്ചിട്ട് കാണിക്കാം. ഉറപ്പായിട്ടും ഒരു 5 ഫോട്ടോഷൂട്ട് ഉറപ്പാണ്. ഫോട്ടോ പോയിട്ടുണ്ടോ? വേണ്ടവർക്കൊക്കെ പോയി. ആർക്കും പോയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. എനിക്ക് ഫുൾ ഒരു എനർജി ചെയ്യാൻ പറ്റിയില്ല. കാരണം ആൻറ്റിബയോട്ടിക്സ് തൊട്ട് കോഫ് സിറപ്പ് തൊട്ട് കുറേ മരുന്ന് ഇവിടെ വന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബഡിയുടെ ബർത്ത്ഡേ അത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. സോ നാളെ എന്തായാലും ഹോപ്പ്ഫുള്ളി കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇവിടെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. ബട്ട് മൗണ്ടൻ കോർട്ട്യാർഡ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. കമ്പാരിറ്റീവ്ലി അഫോർഡബിളും ആണ്. സർവീസ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഫുഡ് ഇസ് ഗുഡ്. അമ്യൂണിറ്റീസൊക്കെ നമ്മൾ നാളത്തെ വ്ളോഗിൽ കാണിക്കാം. സ്വിമ്മിംഗ് പൂളും ചായക്കട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.